യെസ്, ഇപ്പോൾ ആപ്പിൾ വാച്ച് അൾട്ര യൂസ് ചെയ്യുന്നവർക്ക് തന്നെ ഒരു വില ഇല്ലാതായി. കാരണം അതിൻ്റെ ഇഷ്ടംപോലെ കോപ്പികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്തുള്ള T800 അൾട്ര എന്ന ഈ ഒരു കോപ്പിയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള അൾട്രയുടെ കോപ്പിയാണിത്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്താണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി, ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ ചാർജിങ്, മറ്റു കാര്യങ്ങൾ, ഓവറോൾ നമുക്ക് ജസ്റ്റ് റിവ്യൂ നോക്കാം. പിന്നെ ഈ ഒരു വാച്ചിൻ്റെ പ്രൈസിങ് വരുന്നത് ഏകദേശം നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു 900 രൂപയുടെ അടുത്തൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ റേറ്റിൽ കിട്ടാവുന്ന അത്യാവശ്യം നല്ലൊരു വാച്ച് തന്നെയാണ്. ഏതായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ കണ്ടിട്ട് നമുക്കിത് ഈ ഒരു പ്രൈസിന് വെർത്താണോ എന്നുള്ളത് നോക്കാം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ബാക്ക് ടു VK Media Tech. ഇറ്റ്സ് മീ റംഷാദ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ബോക്സിൽ ഇതാ മേലായിട്ട് T800 അൾട്ര എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് താഴെ വയർലെസ് ചാർജിങ് ആണ്, വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ്. അതുപോലെ തന്നെ 1.99 ഇൻഫിനിറ്റ് ഡിസ്പ്ലേ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു ഈ ഒരു വാച്ച് കണക്ട് ചെയ്യാനുള്ള ആപ്പിൻ്റെ ഇതാണ് കേട്ടോ, ഹായ് വാച്ച് പ്രോ എന്നുള്ളൊരു ആപ്പാണ്. എനിവേ ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, അൺബോക്സ് ചെയ്ത് കുറച്ച് നമ്മൾ യൂസ് ചെയ്തതാണ്. എന്നാലും അൺബോക്സ് ചെയ്യുമ്പോൾ എങ്ങനെയുള്ളതെന്ന് നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഇതിൻ്റെ കളർ വേരിയൻറ്റ് ഇതായതുകൊണ്ട് തന്നെ ഇവിടെ ഓറഞ്ചിൻ്റെ ആ ഒരു സിമ്പലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല കളർ വേരിയൻറ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ബോക്സ് വരുന്നത്. പിന്നെ ബാക്കിലായിട്ടും അങ്ങനെ ഡീറ്റെയിലിങ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. സൈഡിൽ സ്മാർട്ട് വാച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരു യൂസർ മാനുവലാണ്, മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വരുന്നത് ഇതുപോലെ നമ്മുടെ വാച്ചും സ്ട്രാപ്പും ഈ ഒരു രീതിയിൽ കാണാൻ പറ്റും. വാച്ച് ഈ ഒരു ഭാഗത്തായിട്ട് ഇതാണ് നമ്മുടെ വാച്ച് വരുന്നത്. കാണാൻ പറ്റും, ഇതാണ് വാച്ച് വരുന്നത്. ഇതാണ് ഫ്രണ്ട് ഭാഗം ഉണ്ടോ, അത് സൈഡ് ഭാഗം അതിൽ. പിന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് സ്ട്രാപ്പാണ്. ഒരു ഓറഞ്ച് കളറിലുള്ള സ്ട്രാപ്പാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പ്. ഒരു ഓറഞ്ചിൽ ഈ അൾട്രയിലൊക്കെ വരുന്ന ടൈപ്പ് സ്ട്രാപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ട് അതിൻ്റെ വയർലെസ് ചാർജിങ് കണക്ടർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വയർലെസ് ചാർജിങ് കണക്ടർ. അപ്പോൾ ഇത്രയും സംഭവമാണ് ബോക്സിലുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഡിവൈസ് ഒന്ന് എടുത്തിട്ട് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്തിട്ട് ചാർജ് ഉണ്ടോയെന്ന് അറിയില്ല, ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഓൺ ചെയ്താൽ ഒരു ഗ്ലോബിൻ്റെ ചിത്രം കൊടുത്തിട്ടാണ് കേട്ടോ ഓണായി വരുന്നത്. ഓണായി. അപ്പോൾ ഡയലുകൾ കാണാൻ പറ്റും ഇവിടെ. ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിന് സൈഡിലായിട്ട് നമുക്കൊരു ക്രൗണ് കാണാം. അതുപോലെ തന്നെ ആ ക്രൗണ് പ്രസ് ചെയ്ത ഒരു സ്വിച്ചുമാണ് ഓൺ ഓഫ് ചെയ്യാനുള്ള. അതിൻ്റെ താഴെ ആയിട്ട് ഒരു സ്വിച്ച് ഉണ്ട്, അതും ഓൺ ഓഫ് ചെയ്യാനുള്ളതാണ്. പിന്നെ അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഓറഞ്ച് കളറിലൊരു ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സ്പോർട്സിൻ്റെ മോഡുകളാണ് വരുന്നത് കേട്ടോ, പ്രസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ്. നമ്മളെ ക്രൗണിന് താഴെയായിട്ട് തന്നെയാണ് ഇതിൻ്റെ മൈക്ക് വരുന്നത്, അതായത് ഈ ഒരു ഭാഗത്തായിട്ട്. എനിവേ ഡിസ്പ്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ഡിസ്പ്ലേ. അപ്പോൾ അൺബോക്സ് ചെയ്തപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ വാച്ചിൻ്റെ ജസ്റ്റ് ഒരു റിവ്യൂയിലേക്ക് വരാം. 1.99 mm ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഡിസ്പ്ലേൻ്റെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു വാച്ചിൽ ഡയൽ സെറ്റ് ചെയ്ത് കുറച്ച് സെക്കൻഡ് കഴിഞ്ഞാൽ ഈ ഒരു ഡയൽ ഓഫായി പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലെ ഇതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാൻ പറ്റും. അത് കുറഞ്ഞൊരു സെക്കൻഡ് മാത്രം, ഒരു 5 സെക്കൻഡ് 4 സെക്കൻഡോളം ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലെ ഇതിൻ്റെ ആ ഒരു ഡയൽ, ആ ഒരു സൂചി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചർ ഉള്ള പോലത്തെ ഒരു രീതിയിലായി. മെനു എടുത്താലൊക്കെ സ്മൂത്താണ്, മെനു നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. കാലണ്ടർ, കാൽക്കുലേറ്റർ, പിന്നെ സെറ്റിങ്സ്, പിന്നെ നമ്മുടെ സ്പോർട്സ് മോഡുകൾ, ഹാർട്ട് റേറ്റ് സെൻസർ, പിന്നെ മ്യൂസിക്, കോള്, കോണ്ടാക്റ്റ്, അലാരം, ഒത്തിരി സംഭവങ്ങളുണ്ട്. മെസ്സേജിൻ്റെ സംഭവങ്ങൾ, പിന്നെ മെസ്സേജ് വായിക്കാനുള്ളത്. അതിൽ നിന്ന് താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്താൽ മെസ്സേജിൻ്റെ ആണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് നമ്മളെ വാച്ച് ഫേസുകൾ മാറ്റാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്താൽ ഇതുപോലെ ഹാഫ് ഡിസ്പ്ലേയിൽ അതിൻ്റെ മെനു കാണാൻ പറ്റും. പിന്നെ താഴേന്ന് മേലേക്ക് സ്ക്രോൾ ചെയ്താൽ ഇതുപോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനലാണ്. നോട്ടിഫിക്കേഷൻ പാനൽ മീൻസ് അതിൻ്റെ നമ്മുടെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യാനുള്ള ഭാഗം, അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ്, പിന്നെ നമ്മളെ മ്യൂസിക് ഓൺ ഓഫ് ചെയ്യാനുള്ളത്, പിന്നെ DND മോഡ് ഓൺ ആക്കാനുള്ളത്, അതുപോലെ തന്നെ എയർപ്ലെയിൻ മോഡ് ഓൺ ഓഫ് ചെയ്യാനുള്ളത്, പിന്നെ സ്റ്റൈലുകൾ മാറ്റാൻ പറ്റും നമുക്ക് മെനുവിൻ്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വാച്ചിലുള്ളത്. പിന്നെ നമ്മൾ ബാക്കിലായിട്ടാണ് ഇതിൻ്റെ ചാർജർ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വയർലെസ് ചാർജർ നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് ചാർജ് കയറുന്നുണ്ടോ നോക്കാം.
അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതാ വയർലെസ് ചാർജർ എടുത്ത് ഇതാ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ചാർജ് കയറുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഓവറായിട്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് ചൂടാവുന്നുണ്ട് നമ്മളെ ഈ ഒരു വാച്ച്. അപ്പോൾ അത് പൊതുവേ വയർലെസ് ചാർജിങ് ഉള്ള ഇത്തരത്തിലുള്ള വാച്ചുകൾക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ബാറ്ററി ബാക്കപ്പ് കുറച്ച് കുറവാണ്, എങ്കിലും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ബാറ്ററി ബാക്കപ്പ് പ്രതീക്ഷിക്കാം. ഇനി ഞാനിതിൻ്റെ സ്ട്രാപ്പ് ഒന്ന് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതിന് കൂടെ വരുന്ന സ്ട്രാപ്പ് ഈ ഒരു സ്ട്രാപ്പാണ്. ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ സ്ട്രാപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഒരു നോർമൽ സ്ട്രാപ്പ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ട്രാപ്പ് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു സ്ട്രാപ്പിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സ്ട്രാപ്പ് കണക്ട് ചെയ്തു. ഈ ഒരു രീതിയിലാണ് വാച്ച് വരുന്നത്. അതില്ലേ ആ ഒരു അൾട്രയുടെ സെയിം എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു മാറ്റം ഉണ്ടാവും. അതായത് ഡിസ്പ്ലേ ഇഞ്ചിലൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്രയെ പോലെ തന്നെ ഉണ്ട് നമ്മൾ വിട്ടുന്നൊക്കെ കാണുമ്പോൾ. പക്ഷേ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. കാരണം ആപ്പിൾ വാച്ച് അൾട്ര ഈ ഒരു ഭാഗം കുറച്ചും കൂടി വലുതാണ്, ഇത് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ വാച്ച് വരുന്നത്. ഈ ഒരു സ്ട്രാപ്പ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ട്രാപ്പുകളൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. കാരണം സിമ്പിളായിട്ട് നമുക്ക് നമ്മൾ സാധാരണ സ്മാർട്ട് വാച്ചിലൊക്കെ കണക്ട് ചെയ്യുന്ന പോലെ തന്നെ സൈഡിൽ നിന്ന് ഊരിയിട്ട് അതുപോലെ കണക്ട് ചെയ്യാം. വാച്ച് 7, വാച്ച് അൾട്രയുടെ കോപ്പി, വാച്ച് അൾട്രയുടെതൊക്കെ കണക്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതൊരു ക്ലോത്തിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു സ്ട്രാപ്പ്. ഇത് ഞാൻ എൻ്റെ വാച്ചിന് യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രാപ്പാണ്. പിന്നെ ഇത് നമ്മൾ കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ അഴുക്കൊക്കെ ആവുന്നുള്ളൂ, പക്ഷേ നമ്മളത് അലക്കിയാൽ തന്നെ നമുക്ക് അഴുക്ക് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് ഇടാൻ നല്ല സുഖമായിരിക്കും, നല്ല നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പായിരിക്കും. അതുപോലെ തന്നെ വിയർപ്പ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ സുഖമായിരിക്കും, നമുക്ക് ഇടാനൊരു കംഫർട്ട് ഉണ്ടാവും ഈ ഒരു സ്ട്രാപ്പ് ആകുമ്പോൾ. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്താൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം നമുക്ക്. പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാക്കിൽ ഇതാ പുറകിൽ റെഡ് കളറായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഹാർട്ട് റേറ്റ് റീഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഇഷ്ടപ്പെട്ട വാച്ച് ഡയൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഹായ് വാച്ച് പ്രോ എന്നാണ് ആപ്പിൻ്റെ പേര്. ആപ്പിൽ നമുക്ക് ഡയറക്റ്റ് കയറിയിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു വാച്ച് ഹായ് വാച്ച് പ്രോ എന്നുള്ള ആപ്പിൽ കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ആ വാച്ച് പ്രോ എന്നുള്ള ആപ്പിൽ നമുക്ക് ഡയൽ കാര്യങ്ങൾ മാറ്റാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഇതാണ് ഹായ് വാച്ച് പ്രോ എന്നുള്ള ആപ്പ്. നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഓപ്പൺ ചെയ്താൽ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇതുപോലെ 3 വെറൈറ്റി സ്പോർട്സ് മോഡുകളുടെ ഇൻഡിക്കേഷൻ കാര്യങ്ങൾ കാണാം. താഴെയായിട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് മേലായിട്ടുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വാച്ചുമായിട്ട് പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ വാച്ചിൽ നമ്മൾ ഓൾറെഡി ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക, ബ്ലൂടൂത്ത് അതുപോലെ ഓൺ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് വാച്ചിൻ്റെ ആ ഒരു മോഡൽ നമ്പർ കാര്യങ്ങൾ അവിടെ ഫോണിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്താൽ നമുക്ക് കണക്റ്റ് ആവും. ഓക്കെ, ജസ്റ്റ് സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഡയൽ സെറ്റിങ്സ് പോയാൽ നമുക്ക് ഡയൽ ഇതുപോലെ ചെയ്യാൻ പറ്റും. ഒത്തിരി ഡയലുകൾ അവൈലബിൾ ആണ്. നമുക്ക് മെക്കാനിക്കൽ ടൈപ്പ് ഓരോ കാറ്റഗറി ടൈപ്പായിട്ട് തന്നെ ഇതിൽ തിരിച്ച് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള വാച്ച് ഫേസുകൾ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ ഫോട്ടോ നമുക്ക് വാച്ച് ഫേസ് ആയിട്ട് ഇടാൻ പറ്റും, വാൾപേപ്പറായിട്ട്. ഓക്കെ, പിന്നെയുള്ളൊരു കാര്യം നമ്മൾ സാധാരണ രീതിയിൽ റിമോട്ട് ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാം. സ്റ്റാർട്ട് ഇതിൽ കൊടുത്താൽ നമുക്ക് ഫോണിൽ ക്യാമറ എടുക്കുന്ന രീതിയിൽ ആക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഇത്തരത്തിൽ ആർക്കെങ്കിലും നിങ്ങൾ ആപ്പിൾ വാച്ച് അൾട്ര ഇതുപോലത്തെ കോപ്പി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.